കൈയടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് നേടുന്നു എന്നുള്ളതല്ല. ഞാൻ അറിഞ്ഞ ഏറ്റവും നല്ല പരിഭാഷ നിങ്ങൾ എത്ര വലിയ വീട് വെച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര കാറുകൾ വാങ്ങി എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ മൂലം എത്ര ആളുകൾ വീട് വെച്ചു എന്നുള്ളതാണ്. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ചാൽ മാസത്തിൽ 50 കോടി രൂപ സമ്പാദിക്കാം, മാസത്തിൽ 100 കോടി രൂപ സമ്പാദിക്കാം. ഞാനിവിടെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ തരുന്ന ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല കൈലാഷ്ജി. ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള 10,000 1 കോടിക്ക് പുറത്ത് വാങ്ങണമെന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നത്. അതെന്റെ ജീവിത നിയോഗമാണ്, അതെന്റെ ജീവിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ ഞാൻ മരിച്ചില്ലാതായി. This is the time that you're all set to make some noise. Everybody, show some love for the Crown Diamond, Mubeed Mohammed. Come on, everybody! Come on, up, 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 up. 2,10,000 വേണമെന്നുള്ളവർ എഴുന്നേറ്റ് 2 കൈയും പൊക്കണം. $2,10,000 വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് കൈപൊക്കിയ 2,10,000 കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് കൈ പൊക്കും. പക്ഷെ നിങ്ങൾ ആ ഒച്ചയെടുക്കുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടി പ്രതിഫലിക്കണം. ഈ മേൽക്കൂരൊക്കെ ഇളകി പറക്കട്ടെ. നിങ്ങളുടെ നാട്ടിൻ പുറത്ത് നിങ്ങളുടെ ശബ്ദം എത്തട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ലെവൽ ലോകം മുഴുവൻ അറിയട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജീവിക്കുന്ന വർഷങ്ങളല്ല, വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം. ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത് മഹാനായ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഒരച്ഛനില്ലാതെ പിറക്കേണ്ടി വന്ന ജീസസ് ക്രൈസ്റ്റിന് തന്റെ ജനനം മുതൽ ധാരാളം പഴികളും ധാരാളം കുറ്റവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്റെ അമ്മയായ മറിയം ഒരുപാട് വേദനയോടുകൂടി കരഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വിശുദ്ധയായി ആ മറിയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാട്ടിടനായും ആശാരിയായും അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ വെറും 33 വർഷം കൊണ്ട് അദ്ദേഹം 12 ശിഷ്യന്മാരെയാണ് ഡെവലപ്പ് ചെയ്തത്. 12 ശിഷ്യന്മാരെ. അതിലൊരാള് ഇദ്ദേഹത്തിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു, വെള്ളിക്കാശ്. പക്ഷേ ആ 11 പേരിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമുള്ള ഒരു വലിയൊരു സംസ്കാരമായി അവർ ലോകം മുഴുവൻ പടർന്നു. അവരെ പടർത്തിയത് അവരുടെ ഉള്ളിലുള്ള കാരുണ്യമായിരുന്നു. ഞാൻ പറയുന്നത് 33 വർഷത്തിൽ താഴെ മാത്രം ജീവിച്ച ജീസസ് ക്രൈസ്റ്റിന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹം രാജസ്ഥാനിൽ വന്നപ്പോൾ ബഹുമാന പുരസ്കാരം അദ്ദേഹത്തിന്റെ ആനപ്പുറത്തേക്ക് കയറ്റി. ആനപ്പുറത്തിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതിന്റെ കടിഞ്ഞാൺ എവിടെയെന്നാണ്. ആ സമയത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണുള്ളൂ, ആനയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് രണ്ടാമൊന്നും ആലോചിച്ചില്ല, ആനപ്പുറത്തൊന്ന് ചാടി. എന്നിട്ടാണ് പറഞ്ഞത് എന്റെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്ത് ഞാൻ ഇരിക്കില്ല, എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. ലോകത്തിന്റെ 1/3 സ്വന്തം കൊടിക്കീഴിലാക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചത് വെറും 35 വർഷത്തിൽ താഴെ മാത്രമാണ്. എനിക്കിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞു. 45 വയസ്സ് ഈ വരുന്ന 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ദൈവാനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ്. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ മനസ്സോടുകൂടി 5 പേർ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതുചരിത്രം പിറക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ പൊരി വെയിലത്തും
AC കട്ട് ഓഫ് ആയി പോയിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള എനർജി വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ട ഏത് ചരിത്രവും തിരുത്തി കുറിച്ചിരിക്കും. അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മൈ ലൈഫ് സ്റ്റൈലിന്റെ വളർച്ച നെക്സസിന് മുമ്പും ശേഷവും ഇതായിരിക്കും. ആഫ്റ്റർ ക്രൈസ്റ്റ് ഓർ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ അതേ ചൈതന്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളിടത്തോളം കാലം, പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മിൻ, എന്റെ ഉള്ളിലാണ് ബ്രഹ്മം വസിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഈശ്വരന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തു മനസ്സിൽ വിചാരിച്ചാലും ആ വിചാരം പോലും ദൈവം തന്നത് അത് നേടാനുള്ള മുഴുവൻ കഴിവുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നതിന് ശേഷം മാത്രമാണ്. നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രയാസങ്ങളും ദൈവം തരില്ല. ബൈബിൾ വചനമാണ് സുഭാഷിതങ്ങളിൽ. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ധാന്യപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല, എന്നാൽ ഇവയിലൊന്നും പട്ടിണി കിടക്കുന്നില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെക്കുറിച്ച് എനിക്ക് മികച്ച പദ്ധതികളുണ്ട്, അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും എന്നാണ് ബൈബിള് ഉദ്ഘോഷിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൈ ലൈഫ് സ്റ്റൈൽ ഒരു ഫാമിലിയാണ്. ഞാൻ ഈ ഒരു വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്? ഈ ബിസിനസ്സിൽ 5 കാര്യങ്ങൾ, 5 P എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് പ്രൊമോട്ടേഴ്സ് ആണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചു പോയ അദ്ദേഹത്തെ ഞാൻ ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. മഹാനായ കബീർ ദാസ് ബീഹാറിൽ ഒരു തുണിയലക്കുകാരന്റെയും തുണി അലക്കുകാരിയുടെയും മകനായി വളരപ്പെടേണ്ടി വന്ന കബീർ ദാസ്, അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തൊരു വലിയ ദോഹയുണ്ട്. ദോഹ എന്ന് പറഞ്ഞാൽ 2 വരി കവിതയാണ്. ഗുരു ഗോവിന്ദ് ദോ ഖടേ കാക്കെ ലാഗു പായ് ബലിഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് ദിയോ ബദായ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്റെ ഗുരുവും ഈശ്വരനും മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആരുടെ ചരണമായിരിക്കും ആദ്യം സ്പർശിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക? കബീർദാസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഗുരുവിന്റെ ചരണം ആദ്യം സ്പർശിക്കും. കാരണം ആ ഗുരുവില്ലായിരുന്നെങ്കിൽ ഈശ്വരൻ എന്തായിരുന്നെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നില്ല. ലോകത്തെ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും, ലോകത്തിലെ മുഴുവൻ മരങ്ങളും പേനയാക്കിയാലും, ലോകം മുഴുവൻ പേപ്പറാക്കിയാലും ആ ഈശ്വരന്റെ ചൈതന്യം വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അതേ മക്കളാണ്. നമുക്ക് ജനിക്കാൻ മാതാപിതാക്കൾ ആവശ്യമായി വന്നിരുന്നു. ഞാൻ ജനിച്ചത് ഇപ്പോൾ എന്നോടൊപ്പം നടന്നു വന്ന, ഞാൻ കൈപിടിച്ചു കൊണ്ടുവന്ന ആസിയ ബീവി എന്ന് പറയുന്ന ആ വ്യക്തിയുടെയും ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുടെയും 2ാമത്തെ മകനായിട്ടാണ്. ഞാൻ ജനിച്ചത് അവരുടെ തീരുമാനമായിരുന്നു. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഇമോഷണൽ ഡിസിഷൻ. എൻ്റെ ഫാദർ മരണക്കിടക്കയിലായ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, ഇദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ബിസിനസ്സിൽ എനിക്ക് ക്രൗൺ ഡയമണ്ട് ആകണമെന്ന്. എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, ശരീരം മാത്രമേ പോകാറുള്ളൂ, ആത്മാവ് ഒരിക്കലും പോവില്ല. ആത്മാവ് പോകില്ല എന്ന് പറഞ്ഞ വിശ്വാസമുണ്ടോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പല ആളുകളും ചിലപ്പോൾ വിചാരിക്കും, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, എനിക്ക് വിജയിക്കണമെന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ അച്ഛനും അമ്മയോടും ആരെങ്കിലും പ്രൈവറ്റായിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുക, ഞങ്ങളുടെ മക്കളെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുന്നു. നിങ്ങൾ കൈയടിച്ചില്ല പിന്നെ ഞാൻ കരഞ്ഞോണ്ടിരിക്കും കേട്ടോ. ഞാനിന്ന് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാനിന്ന് കേരളത്തിലെ ഒരു ക്രൗൺ ഡയമണ്ട് ആയിരിക്കും. പക്ഷേ
എൻ്റെ യഥാർത്ഥ ശക്തിയുടെ 10% പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതല്ല ഞാൻ. കൈയടിച്ചാൽ നിങ്ങൾ കൊള്ളാം. മനസ്സുള്ളവനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ചലഞ്ച് മനസ്സില്ലാത്ത മനുഷ്യരാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും വൈകിയെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞാൽ ലോകത്ത് സംഭവിക്കുന്നത് 10,000-കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. നിങ്ങളുടെ വിജയം നിങ്ങളെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തീരുമാനമാണ്. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ ഹോള് വിട്ടു പോകാൻ. ഈ ലോകത്തെ ഒന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ലോകത്തൊരു കാലടയാളമെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം പോവാൻ. 1000 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ലോകം പറയണം. രാഹുൽ ഗാന്ധിയുടെ 5 തലമുറ എല്ലാവരും പറയും. സ്വന്തം അച്ഛന്റെ 2 തലമുറ, സ്വന്തം അമ്മയുടെ 4 തലമുറ ഓർക്കില്ല. കാരണം എന്താ? അവരങ്ങനെ ഓർക്കത്തക്ക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, നമ്മൾ വന്നപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിച്ചെങ്കിൽ, നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മളെ കരഞ്ഞുകൊണ്ട് ലോകം യാത്ര അയക്കണം. നമ്മൾ ചിരിച്ചുകൊണ്ട് പോകണം. ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് നേടുന്നു എന്നുള്ളതല്ല. ഞാൻ അറിഞ്ഞ ഏറ്റവും നല്ല പരിഭാഷ നിങ്ങൾ എത്ര വലിയ വീട് വെച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര കാറുകൾ വാങ്ങി എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ മൂലം എത്ര ആളുകൾ വീട് വെച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വഴി എത്ര ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതാണ്. രാജസ്ഥാനില് ജോധ്പൂരിനടുത്ത് സാച്ചോർ അല്ലെങ്കിൽ ഝാലോർ, മാർവാഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ മാർവാഡ് ദേശത്തിൽ ജനിച്ച് വളർന്ന് ജീവിതത്തിൽ വിജയിക്കാനായി ചെന്നൈയിൽ കുടിയേറിയ, ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്വന്തം നാടും വീടും വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് കുടിയേറി വന്ന ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ് കുടുംബത്തിലെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു വ്യക്തി. ശിവഖേര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, വിന്നേഴ്സ് നെവർ ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അങ്ങനെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നവുമായി നമ്മുടെ ഗ്രേറ്റ് മെന്റർ അദ്ദേഹം ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഇത്രയും വലിയ പുരുഷാരമൊന്നും അദ്ദേഹം മുമ്പിൽ കണ്ടിട്ടുണ്ടാവില്ല. വ്യത്യസ്തനാകണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ തുടങ്ങിയതെങ്കിൽ, ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ട്, അതെന്നെ ഇൻസ്പയർ ചെയ്തു. ഇന്ത്യയിലെ കഴിവുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം നാടും വീടും വിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനായി പോയ ആളുകളൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം അതിവിദൂരത്തല്ല. നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ പരിചയക്കാരൻ ഈ ബിസിനസ്സിലൂടെ ആഴ്ചയിൽ 2,10,000 വാങ്ങി അവനവന്റെ കടങ്ങളൊക്കെ തീർത്ത്, അവനവന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത്, ബഹുമാനപ്പെട്ട മോഹനൻ സാർ പറഞ്ഞതുപോലെ ബ്രാൻഡ് ന്യൂ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ്, ഒരു ശക്തമായ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയ രാജേഷ് യാദവിന് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കുക. അദ്ദേഹം എന്തും ഓർത്തിരിക്കണം, കേരളം അതിഥികളെ ബഹുമാനിക്കുന്ന സ്ഥലമാണ്, അദ്ദേഹം ഓർത്തിരിക്കണം. ആ കൈയടി ഒന്നും കൊണ്ട് പറ്റില്ല, അടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കും. ഇന്ന് വരെ കൈ അടിച്ചിട്ട് ഒരാളുടെയും കൈ ഒടിഞ്ഞിട്ടില്ല. കൈ അടിച്ചിട്ട് ഒരാളുടെയും കൈ ഒടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അടിച്ചു.
ഒരു ദിവസം 300 പ്രാവശ്യം ഹൃദയം അറിഞ്ഞ് കൈയടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ആഹാരം നിയന്ത്രിക്കാനോ സമയത്ത് ആഹാരം കഴിക്കാനോ സമയത്ത് ഉറങ്ങാനോ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആവേശത്തോടെ 300 പ്രാവശ്യം കൈയടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ആ ഓരോ കൈയടികളും ഓരോ കോടിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. അതാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ കിട്ടിയ കൈയടി ഒന്നും എനിക്കുള്ളതല്ല. എന്റെ മെന്ററാണ് പ്രവീൺ ജെ ചന്ദൻ. അദ്ദേഹത്തിന്റെ കാലിൽ ജന്മത്തിൽ ഞാൻ വീഴത്തില്ല. ഈ ജന്മത്തിൽ ഞാൻ വീടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സുകൊണ്ട് ഒരാളെ അംഗീകരിച്ചാൽ അദ്ദേഹത്തിന്റെ പാദത്തിലല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. നമ്മളുടെ ഹൃദയത്തിലാണ് അദ്ദേഹത്തിന് സ്ഥാനം വേണ്ടത്. തമിഴ്നാട്ടിലെ മക്കൾ വന്നിരുന്ന അവർ ഏതാവത് ചൊല്ലി വെച്ചിരുന്ന இதயத்திலே இருக்க வேணும், இதயத்திலே இருக்க வேணும். எப்படின்னா ஹனுமான் சுவாமிகளோட மனசுல ஸ்ரீராமனும் சீதாதேவியும் எப்படி இருந்திருந்தா அப்படி இருக்க வேணும். ശ്രീരാമൻ ലക്ഷ്മണനോട് ലക്ഷ്മണകാന്ഡത്തിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ കിളിപ്പാട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കമീ വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിധം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുമ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടും. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇതിലൊക്കെ എന്താ പറഞ്ഞേ? ഒരു ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് ബാഷ്പമാകുന്ന സമയമുള്ളൂ നമ്മുടെ ജീവിതം. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഇരപിടിക്കാനായി നാക്ക് പുറത്തിടുമ്പോൾ അതിനറിയില്ല താൻ ഇരിക്കുന്നത് പാമ്പിന്റെ വായിലാണെന്ന്. ആ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് ഈ ലോകത്ത് മനുഷ്യൻ. അവന്റെ ആഗ്രഹങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, ഈ 5 മായകൾ ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് മുക്തിയാവുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിലെ മുക്തിയുടെ പരിഭാഷ. അതിനുവേണ്ടിയാണ് മെഡിറ്റേഷൻ, അതിനുവേണ്ടിയാണ് യോഗ, അതിനുവേണ്ടിയാണ് നമസ്കാരം, അതിനുവേണ്ടിയാണ് കുർബാന, അതിനുവേണ്ടിയാണ് അമ്പലത്തിലെ അർച്ചന. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് വസിക്കുമ്പോൾ ദൈവം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, ഞാൻ പറയുന്നത് പ്രവീൺ ചന്ദൻ സാറിന്റെ വചനമാണ്, ക്രൗൺ അംബാസിഡർഷിപ്പ് ഈസ് ജസ്റ്റ് എ പീനട്ട്, ഇറ്റ്സ് ജസ്റ്റ് എ ചോക്ലേറ്റ്, ദാറ്റ്സ് ഓൾ. ആർ യു എക്സൈറ്റഡ്? Are you excited? Are you excited? ഇതൊക്കെ പൊളിഞ്ഞു പറക്കണം. Are you excited? ഈ ആവേശം ഫീൽഡിൽ കാണിക്കണം. Today is the beginning of my life. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഹോളിൽ കയറിയത്. ഇന്നെന്റെ തുടക്കമാണ്. യുവർ പാസ്റ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഫോർ യുവർ ഫ്യൂച്ചർ. ക്രൗൺ ഡയമണ്ട് ആണ് മുബീൻ. ഇതാണ് എന്റെ ശത്രു. ഞാൻ ഇന്ന് വെറും സീറോയാണ്. ഈ സീറോയിൽ നിന്ന് തുടങ്ങി ഞാൻ ഹീറോ ആവും. ഷമ്മി പറഞ്ഞതുപോലെ ഷമ്മി വെറും ഹീറോ ആണെന്നില്ല. കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മി ഹീറോ ആണെന്നില്ല. ഷമ്മി ഹീറോ ആണെങ്കിൽ ഞാനും നിങ്ങളും ഹീറോയാണ്. നിങ്ങളെപ്പോലെ ഒരാളെ നിങ്ങൾ ഈ ലോകത്ത് കാണിക്കാവോ? ഒരേ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ 3 മക്കളുണ്ടെങ്കിൽ 3 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. 3 പേരുടെയും ചിന്ത 3 തലത്തിലാണ്. 3 പേരുടെയും വാക്കുകൾ വ്യത്യസ്തമാണ്. 3 പേരുടെയും ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമാണ്. That means God created you unique. You have to do something very unique. If you are not doing that, you didn't nothing. You couldn't do anything. That means that will affect the equilibrium or the balance of the world. അതിന് സമാധാനം പറയാതെ ഖുർആൻ പരിചയപ്പെടുത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന്റെ രുചി അറിയാത്ത ഒരാത്മാവ് പോലും ഈ ലോകത്ത് നിന്ന് പോവില്ല എന്നാണ് പറയുന്നത്. ന്യായവിധിയെ അഭിമുഖീകരിക്കാതെ ഒരാത്മാവും പോകില്ല എന്നാണ് പറയുന്നത്. അന്യൻ എന്ന സിനിമയിൽ വിക്രം ഗരുഡ പുരാണത്തിലെ കുറെ കാര്യങ്ങൾ ലോകത്ത് കാണിക്കുന്നുണ്ട്. നരകത്തിലെ ദണ്ഡനങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമിലാണ്. മികപ്പൊരുമയാണ്.
இந்த வாழ்க்கையில மிகப்பெருமையான வாய்ப்பை கிடைச்சிருக்கு. அதுதான் மை லைஃப் ஸ்டைல். वो ही है माई लाइफ स्टाइल. और माई लाइफ स्टाइल का स्लोगन इट्स माई लाइफ इट्स माई स्टाइल. എന്റെ ജീവിതം എന്റെ സ്റ്റൈലിൽ ജീവിക്കും. അതിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതിന് നിങ്ങളുടെ തീരുമാനം ശക്തമാണെങ്കിൽ ആ തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ വഴികളിൽ റോസാപ്പൂ ദളങ്ങൾ വിരിക്കപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കും. ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. ടെൻഷൻ ഇല്ലാത്ത ദിവസം തീരുമാനിക്കുന്നതാണ് നമ്മുടെ മരണം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. Can you repeat it? No rest till I am the best. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ചാൽ മാസത്തിൽ 50 കോടി രൂപ സമ്പാദിക്കാം, മാസത്തിൽ 100 കോടി രൂപ സമ്പാദിക്കാം. ഞാനിവിടെ ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ തരുന്ന ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല കൈലാഷ്ജി. ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള 10,000 1 കോടിക്ക് പുറത്ത് വാങ്ങണമെന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നത്. അതെന്റെ ജീവിത നിയോഗമാണ്, അതെന്റെ ജീവിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ ഞാൻ മരിച്ചില്ലാതായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ മരണം എന്റെ കയ്യിലല്ല, എന്റെ ജനനം എന്റെ കയ്യിലല്ലാത്തിരുന്നത് പോലെ. പക്ഷെ അതിനുള്ളിടയ്ക്കുള്ള ജീവിതം, ആ 3 അക്ഷരമുണ്ടല്ലോ, ആ 3 അക്ഷരം യഥാർത്ഥത്തിൽ ഒന്നറിഞ്ഞ് ജീവിച്ചാൽ ഒരു നല്ല മകനാകാം, ഒരു നല്ല സഹോദരനാകാം, ഒരു നല്ല അച്ഛനാകാം, ഒരു നല്ല ഭർത്താവാകാം, ഒരു നല്ല ഭാര്യയാകാം. അങ്ങനെ ആഗ്രഹമുള്ളവർ ഒന്ന് കൈവെക്കുവോ? അന്തകദാഹത്തിൽ ഇറങ്ങി മതിയട്ടെ. പുഴയൊഴുകുന്ന വഴി മാറിപ്പോട്ടെ. ആകാശത്തിൽ നിന്ന് തീമഴ പെയ്യട്ടെ. എന്ത് വന്നാലും ശരി, നിങ്ങൾ മുന്നോട്ട് വെച്ച കാല് നിങ്ങൾ പിന്നോട്ട് വെക്കാൻ പാടില്ല. 2,10,000 മൈ ലൈഫ് സ്റ്റൈൽ തരും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിവുള്ളവനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങി കാണിക്കടേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അവനവനിൽ? കമ്പനിയുടെ പ്രോഡക്റ്റ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാം, ഞാൻ ഈ കമ്പനിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെന്റെ മൂത്ത സഹോദരനാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ, CEO ഓഫ് ദ കമ്പനി. वो तो भाड़ में जाए. ആൾക്ക് എന്നെ അറിയാം, എനിക്ക് ആളെ അറിയാം. അതാണ് എന്റെ വിശ്വാസം. നാളെ അതാണ് എന്റെ വിജയം. ഭഗവാനിലേക്ക് നേരിട്ടെത്താൻ വഴിയൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ കലാസാറിനോട് ഞാൻ ദേഷ്യം വന്നാൽ നന്നായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ എന്ത് വിചാരിച്ചാലും 2 ചുക്കാന്ന് പറയും. തമിഴ്നാട്ടിൽ പോയിട്ട് ഇത് പറിച്ചുകളെ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ഹൃദയത്തെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ. ഞാൻ പറയുന്നത്, പ്രവീൺ ചന്ദൻ സാർ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയേ അടങ്ങൂ എന്ന് ചിന്തയുള്ള വ്യക്തിയാണ്. 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യത്തെ അതിനുവേണ്ടി നയിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ബോബി സാറും ദിലീപ് സാറും നിങ്ങൾ ഉറങ്ങി കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട്? അവർ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അത് 9 മുതൽ 5 മണി വരെയുള്ള ആത്മാർത്ഥതയല്ല, 24/7 ഉള്ള ആത്മാർത്ഥതയാണ്. ബിക്കോസ് കമ്പനി ഇൻഫ്യൂസ്ഡ് ദ തോട്ട് പ്രോസസ് ഇൻ എവറി സ്റ്റാഫ് മെമ്പേഴ്സ്. അവർ മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് മൈ ലൈഫ് ഇറ്റ്സ് മൈ സ്റ്റൈൽ എന്ന് പറയുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രോഡക്റ്റുകൾ ഡോക്ടർ DB അനന്തനാരായണനെ ഞാൻ പരിചയപ്പെടുമ്പോൾ സ്റ്റേജിൽ അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാൻ ഇൻസ്പയർ ആയിട്ടില്ല. സ്വസ്ഥസ്യ സ്വസ്ഥരക്ഷണം അതുരസ്യ വികാര പ്രശമനം എന്നൊക്കെ പറയുമ്പോൾ സംസ്കൃതം പഠിച്ച ഹിന്ദി പഠിച്ച എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു,
67 വയസ്സായ താങ്കൾ എന്തുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈലുമായി അസോസിയേറ്റ് ചെയ്തത്? ആള് പറഞ്ഞ സരളമായൊരു മറുപടി ഇതാണ്: എനിക്ക് 67 വയസ്സ് കഴിഞ്ഞു, എനിക്കൊരു ഹൃദയത്തിൽ ഒരു അസുഖമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഞാൻ മരിച്ചു മണ്ണാകുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച ആയുർവേദത്തിന്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയണം. അതിന് സാധാരണക്കാരെ മാറ്റാൻ കഴിയണം, ആരോഗ്യം നിലനിർത്താൻ കഴിയണം. അതിനാണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത്, അതിനാണ് ഞാൻ പ്രവീൺ ചന്ദ്രനുമായി അസോസിയേറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയട്ടെ, എന്റെ ആകെപ്രായം 45 വയസ്സാണെങ്കിൽ പല വ്യക്തികളെയും ഞാൻ 25 വർഷത്തിലധികമായി അടുത്തറിയും. ഈ ബിസിനസിന്റെ പ്ലാൻ പ്രവീൺ സാർ ഒന്ന് സൂചിപ്പിച്ചു പോയി, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഗീത മാഡം സ്റ്റേജിൽ സംസാരിച്ചപ്പോൾ അശോകൻ സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുടുംബത്തെക്കാൾ വലുത് ബിസിനസ് ആയിരുന്നു. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഗീത മാഡം ഇന്നിവിടെ അശോകൻ സാറിന്റെ അസാന്നിധ്യത്തിലും ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവായി തിളങ്ങി നിൽക്കുകയാണ്. മന്നവേന്ദ്ര തിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലെ എത്രയോ എക്സാമ്പിൾ. അനൂപ് സാറും അനീസ് സാറും എന്റെ ക്രൗൺ അംബാസിഡേഴ്സ് ആണ്. അവര് പരിചയപ്പെടുത്തി തന്നൊരു കണക്ഷനിലൂടെ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ഷീജൻ സി നായർ. എയർഫോഴ്സിനെ നായർ ഫോഴ്സ് എന്നാണ് ചിലപ്പോൾ പറയുക. ആൾ ഈ ബിസിനസ്സിൽ വിശ്വസിച്ചപ്പോൾ ജോലി വലിച്ചെറിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. വെറും 5 വർഷം ആത്മാർത്ഥമായി പണിയെടുത്തു. 2013 to 2018. 2018 ജൂണിൽ അദ്ദേഹം യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 7 വർഷം കഴിഞ്ഞു. കുടുംബത്തിലുള്ള ഒരു മാസത്തെ വരുമാനം 25 ലക്ഷം രൂപയ്ക്ക് പുറത്താ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലൊരു വരുമാനം മികച്ച തെളിവുകളോട് ദൈവം മുമ്പിൽ അവതരിപ്പിച്ചാൽ ചെയ്യണോ വേണ്ടയോ? പാർട്ട് ടൈമായി ചെയ്യണോ ഫുൾ ടൈമായി ചെയ്യണോ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഈ പ്ലാനിന്റെ പവറാണത്. പ്രവീൺ സാർ എന്നിവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചില്ല എന്നേ ഉള്ളൂ. ഈ 2:10 നിങ്ങൾക്ക് ആവേശമാണെങ്കിൽ ഈ 2:10 എനിക്ക് ഡീമോട്ടിവേഷനാണ്. കാരണം ഒരു ലിമിറ്റ് വെച്ചിരിക്കുക. ലിമിറ്റ് വെക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ 100 കണക്കിന് സീലിംഗ് അച്ചീവേഴ്സ് ഉള്ളത് കൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ഈവൻ ടു വറി അബൌട്ട് മൈ സീലിംഗ്, ബട്ട് ഐ ആം വറീഡ് അബൌട്ട് ലാക്സ് ഓഫ് പീപ്പിൾ സീലിംഗ്. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാഴ്ചയിൽ 2,10,000 കൊടുക്കാൻ കമ്പനി തയ്യാറാണെങ്കിൽ ഈ വരുന്ന 24 മാസത്തിനുള്ളിൽ 2 കലണ്ടർ ഇയറിനുള്ളിൽ നിങ്ങളത് വാങ്ങിച്ചിരിക്കണം. ആർ യു റെഡി? ആർ യു റെഡി? തയ്യാറാണോ? തയ്യാറാണെങ്കിൽ വിശ്വസിക്കുക. അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ പില്ലേഴ്സ് പ്രവീൺ സാർ പറഞ്ഞു, സക്സസ് ഈസ് ഓൾ അബൌട്ട് സെലക്ഷൻ. വൈസ് സെലക്ഷൻ ഓർ എ പ്ലാൻഡ് റിജക്ഷൻ. സജി പാറക്കൽ സാർ എന്റെ അപ്ലൈനാണ്, റെന്നി വർഗീസ് സാർ എന്റെ അപ്ലൈനാണ്. ഈ ബിസിനസ് എങ്ങനെ പോകുന്നു റെന്നി വർഗീസിന് അറിയുക പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ 1-ൽ ഞാനുണ്ട്, ഓർഗനൈസേഷൻ 2-ൽ വിനോദ് സോളമനോടൊപ്പം മോഹനനുണ്ട്. ഇനി ആൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും വേണ്ടാന്ന് പറഞ്ഞാലും 2,10,000 കമ്പനി അയച്ചുകൊണ്ടേയിരിക്കും. ഈ ബിസിനസിന്റെ പവർ നിങ്ങൾ നോക്ക്. ഈ ബിസിനസിന്റെ പവർ നോക്ക്. സ്വയം സംസാരിക്കാൻ അറിയില്ലെങ്കിലും സംസാരിക്കാൻ അറിയുന്നവർ 2 ഓർഗനൈസേഷനിൽ പ്ലേസ് ചെയ്താൽ, ആഗ്രഹമുണ്ടെങ്കിൽ, അതിൽ വിശ്വാസമുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളും 2,10,000 നേടിയിരിക്കും. ആർ യു റെഡി? ഇനിയുള്ളത് നിങ്ങൾ മാത്രമാണ്. ബോൾ ഇപ്പം നിങ്ങളുടെ ബോട്ടിലാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ചരിത്രം വഴിമാറും. ചരിത്രം വഴിമാറും. ചിലർ വരുമ്പോൾ എന്ന് പറയാറുള്ളത് പോലെ തന്നെ ലോകം നിങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നു. പ്രവീൺ സാർ പറഞ്ഞതുപോലെ ഐ ആം സോ എക്സൈറ്റഡ്. Why? Because my dream is to build this business to the world, globally. I was the most excited person when the company started global, that name, when they added the global. I went to UAE. Now I am a green card holder in United States of America. ഞാൻ അവിടെ പോയത് പഠിക്കാൻ പോയതാ. Now I can handle American English. Even I can learn Spanish. जैसे मैंने हिंदी सीखा है, ठीक है, आसाम में आके अगर आसामी समझ सकता हूँ, गुजरात में आके तमने मलिनो गणो आनंद थायो अगर बोल सकता हूँ, मराठी में मैं समझ सकता हूँ. दोस्तों, इंडिया इज ए वेरी स्मॉल ജോഗ്രഫിക്കൽ ഏരിയ. നാളെ ഈ ബിസിനസ് അമേരിക്കയിൽ തുടങ്ങിയാൽ നിങ്ങൾ സ്വപ്നം കാണണം. FDA അപ്രൂവ്ഡ് ഉള്ള പ്രോഡക്ട്സ് മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ചിന്തിക്കുന്നിടത്ത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒറ്റ കമ്പനി ലോകത്തുണ്ടാവില്ല.
ഒരൊറ്റ കമ്പനി ലോകത്തുണ്ടാവില്ല. നിങ്ങളൊന്ന് ശക്തമായി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട്. ഡു യു ബിലീവ് ഇൻ യുവർ സെൽഫ്? നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നോ? എങ്കിൽ ലെറ്റ്സ് ക്രിയേറ്റ് ഹിസ്റ്ററി ടുഗദർ. മേക്ക് മൈ ലൈഫ് സ്റ്റൈൽ ആസ് ദ വേൾഡ്സ് ലീഡിംഗ് നമ്പർ 1 direct selling company. ലെറ്റ്സ് കമ്മിറ്റ് ടു ഇറ്റ്. ലെറ്റ്സ് ഡിവോട്ട് ഫോർ ഇറ്റ്. ലെറ്റ്സ് പ്രൂവ് ഇറ്റ്. ആർ യു ഓൾ റെഡി? ദൈവം മഴ പോലെ ആ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി നേരിട്ടുമല്ലാതെയും കഷ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും, എസ്പെഷ്യലി മൈ ലൈഫ് സ്റ്റൈലിന്റെ കരുത്തുറ്റ സൈന്യത്തെ ഹൃദയം കൊണ്ട് ശക്തമായ കയ്യടിയുടെ അകമ്പടിയോടുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും കാത്തിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവസാനം വരെ പോകരുത്. അവസാനം പോകുന്നത് ഈ ക്യാമ്പസിൽ നിങ്ങളാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ലോകത്തിൽ മൈ ലൈഫ് സ്റ്റൈലിലെ ടോപ്പ് അച്ചീവർ. യഥാർത്ഥ ചരിത്രം കൂടെ വരാൻ പോകുന്നതേ ഉള്ളൂ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു ആൻഡ് യുവർ സക്സസ്. മില്യൺസ് ആൻഡ് ട്രില്യൺസ് ആർ റെഡി ടു ടേക്ക് ദ ഇൻസ്പിറേഷൻ ഫ്രം യു. ആർ യു ഓൾ റെഡി? മേ ഗോഡ് ബ്ലെസ് യു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു വെരി